ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ മാസം റിലീസ് ചെയ്ത ഏറ്റവും പുതിയ DC ആനിമേറ്റഡ് സീരീസായ ബാറ്റ്മാൻ ദ കേപ്പ് ക്രൂസേഡർ ആണ്. ഏതൊരു DC ഫാനും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബാറ്റ്മാൻ ഫാനും കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ് 1992 ഇറങ്ങിയ ബാറ്റ്മാൻ ദി ആനിമേറ്റഡ് സീരീസ്. നമ്മളിൽ ഒട്ടുമിക്ക പേരും ഈ സീരീസ് ചിലപ്പോൾ കണ്ടത് കാർട്ടൂൺ നെറ്റ്വർക്കിലായിരിക്കും ഏർലി 2000s. 1989 ഇറങ്ങിയ ടിം ബർട്ടന്റെ ബാറ്റ്മാൻ സിനിമയായിരുന്നു ഈ ആനിമേറ്റഡ് സീരീസിനുള്ള ഇൻസ്പിറേഷൻ. പോൾ ഡീനി, ബ്രൂസ് ടിം എന്ന രണ്ടുപേരാണ് ഈ സീരീസ് ക്രിയേറ്റ് ചെയ്തത്. ആനിമേഷൻ സ്റ്റൈൽ കൊണ്ടും കഥ പറയുന്ന രീതി കൊണ്ടും ബാറ്റ്മാൻ എന്ന ക്യാരക്ടറിനെ അങ്ങേയറ്റം പോപ്പുലറാക്കിയ ഒരു സീരീസ് ആയിരുന്നു ഇത്. ബാറ്റ്മാൻ്റെ ആ സൈക്കോളജിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തരത്തിലുള്ള ഒരു നറേറ്റീവും. ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ബാറ്റ്മാനും മറ്റ് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിൻ്റെയും ആദ്യം ഒരു പൊളിച്ചെഴുത്ത് നടത്തി നമുക്ക് മുൻപിലേക്ക് കൊണ്ടുവന്ന സീരീസ് ആയിരുന്നു ഇത്. ബാറ്റ്മാൻ ദി ആനിമേറ്റഡ് സീരീസിൻ്റെ അതേ ഒരു ആനിമേഷൻ സ്റ്റൈലും അറ്റ്മോസ്ഫിയറും ഒക്കെ നിലനിർത്തിക്കൊണ്ട് എത്തിയ പുതിയ സീരീസാണ് ബാറ്റ്മാൻ ദ കേപ്പ് ക്രൂസേഡർ. ഈ രണ്ട് കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കി ഒരുപാട് കാര്യങ്ങളുടെ ഡിഫറൻസ് ഉണ്ട് ഈ പുതിയ സീരീസിന്. സത്യത്തിൽ ഇത് 3 സ്റ്റൈലുകളുടെ ബ്ലെൻഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. 1940s മുതൽ 1960s വരെയുള്ള ഗോൾഡൻ ഏജ് ബാറ്റ്മാൻ കോമിക് സ്റ്റൈൽ, ബാറ്റ്മാൻ ആനിമേറ്റഡ് സീരീസിന്റെ സ്റ്റൈൽ, പിന്നെ അവസാനം ഇറങ്ങിയ ബാറ്റ്മാൻ സിനിമയുടെ ഇൻസ്പിറേഷനും. 10 എപ്പിസോഡുകളാണ് ആദ്യത്തെ സീസണിൽ വരുന്നത്. കംപ്ലീറ്റ് ആയി ഒരു റെട്രോ അല്ലെങ്കിൽ 1940s 50s കാലഘട്ടത്തിലാണ് കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രൂസ് വെയിൻ 1-2 വർഷങ്ങളായി ബാറ്റ്മാനായി തുടങ്ങുന്ന പോയിന്റിലാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 1940s ആയതുകൊണ്ട് ഇപ്പോഴത്തെ പോലെ ഫാൻസി ഗാഡ്ജറ്റ്സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഒന്നുമില്ല. ബാറ്റ്മാൻ്റെ കോസ്റ്റ്യൂം ആ കോമിക്കിലെ പോലെ തന്നെ സിമ്പിളായി വെച്ചിട്ടുണ്ട്. ഈ ഒരു ടോണും ആ ഒരു കാലഘട്ടം ആയതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് സീരീസ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിൽ പോലും കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് വന്നതിനെന്ന് എനിക്ക് തോന്നി. കാരണം അതേ ഒരു ആനിമേഷൻ സ്റ്റൈലിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷോർട്ട് ഫിലിം അതിനു മുമ്പ് ഇറങ്ങിയിരുന്നു. മറ്റ് ബാറ്റ്മാൻ സിനിമകളെയോ അല്ലെങ്കിൽ കാർട്ടൂണുകളെയോ അപേക്ഷിച്ച് ഇവിടെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന പോലെ തോന്നി. സീരീസിലെ ഒരു പ്രധാനപ്പെട്ട സപ്ലോട്ട് തന്നെ ഈ കമ്മീഷണർ ഗോർഡനും പിന്നെ ഗോതം സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ കറപ്ഷനും ഫോക്കസ് ചെയ്യുന്നതാണ്. ഈ സീരീസിന്റെ പ്രൊഡ്യൂസർ മാറ്റ് റീവ്സ് ആയതുകൊണ്ടാവാം ഈ ഒരു ആംഗിളിൽ കഥ ഫോക്കസ് ചെയ്യുന്നത്. മാറ്റ് റീവ്സ് ആണ് പുതിയ ബാറ്റ്മാൻ സിനിമയുടെ ഡയറക്ടർ. സോ ആ ഒരു സിനിമയായിട്ടുള്ള ഒരു പാരലൽസ് അല്ലെങ്കിൽ കമ്പാരിസൺ നമുക്കിവിടെ ഫീൽ ചെയ്യും. പുള്ളിയുടെ ബാറ്റ്മാൻ സിനിമ എടുത്താലും ഇതുപോലെ സിസ്റ്റമിക് കറപ്ഷൻ, അതുപോലെ മാഫിയയും ബ്യൂറോക്രസിയും തമ്മിലുള്ള ആ ഒരു അണ്ടർഗ്രൗണ്ട് കണക്ഷൻസ്, അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓരോ എപ്പിസോഡും അരമണിക്കൂറാണെങ്കിലും ഈ അരമണിക്കൂറിൽ തന്നെ വളരെ പാക്ഡായി ഈ ആക്ഷനും സ്റ്റോറിയും ഒരുപോലെ ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലാണ് എപ്പിസോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബാറ്റ്മാൻ ആനിമേറ്റഡ് സീരീസ് ആയതുകൊണ്ട് തന്നെ ബാറ്റ്മാൻ്റെ വോയിസിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. എടുത്തു പറയേണ്ട പോയിന്റ് അല്ലെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട പോയിന്റ് ഇവിടെ ബാറ്റ്മാന് വോയിസ് കൊടുത്ത ഹേമിഷ് ലിങ്ക്ലേറ്ററിന്റെ വോയിസ് ആക്ടിംഗ് ആണ്. ബാറ്റ്മാനായും ബ്രൂസ് വെയിനായും ആ ഒരു ഡിഫറൻസ് ടോണിൽ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അത് ആ ഒരു പോയിന്റ് കിട്ടാനായിട്ട് വലിയ പാടാണ്. ആദ്യകാലങ്ങളിലെ ബാറ്റ്മാൻ സിനിമകളിൽ ഇത്തരത്തിലൊരു ഡിസ്റ്റിങ്ഷൻ അവർ വെക്കില്ലായിരുന്നു. പക്ഷേ പിന്നീടായപ്പോൾ ഈ ബ്രൂസ് വെയിൻ ഒരു വോയിസും ബാറ്റ്മാൻ ഒരു വോയിസും സിനിമയിലും ഈ ആനിമേറ്റഡ് സീരീസിലൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ക്രിസ്റ്റഫർ നോളന്റെ ബാറ്റ്മാൻ സിനിമയിൽ പോലും അത് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെ വോയിസ് ആക്ടിങ്ങിന്റെ കാര്യത്തിൽ ആ ഒരു 100% മാർക്ക് കൊടുക്കുക അത്രയ്ക്ക് നല്ലതായിരുന്നു. ഈ കേപ്പ് ക്രൂസേഡർ ഒരു മികച്ച സീരീസ് ആണെങ്കിലും കുറച്ചധികം നെഗറ്റീവ്സ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തു. ഈ സീരീസ് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമുക്ക് കണ്ടറിയാവുന്ന ഈ വില്ലൻ ക്യാരക്ടേഴ്സിനെ റീഇൻവെന്റ് ചെയ്യുക അല്ലെങ്കിൽ പുതിയൊരു ജനറേഷന് മറ്റൊരു രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നതാണ്. അതിൻ്റെ ഒരു പോസിറ്റീവും ഉണ്ട്, ഒരു നെഗറ്റീവും ഉണ്ട്. ആ ഒരു പോയിന്റ് ചിലയിടത്ത് വർക്കായിട്ടുമുണ്ട്, വർക്ക് ആവാതിരുന്നിട്ടുമുണ്ട്. പ്രധാന നെഗറ്റീവായി തോന്നിയ ഒരു പോയിന്റ് ആയിരുന്നു ക്യാരക്ടേഴ്സിനെ ജെൻഡർ സ്വാപ്പ് ചെയ്യുന്നു എന്നത്. അതായത് ബാറ്റ്മാൻ്റെ ഒരു പ്രധാനപ്പെട്ട വില്ലനായ ഓസ്വാർഡ് കോബിൾപോർട്ട് എന്ന പെൻഗ്വിനെ ഇവിടെ ഒരു സ്ത്രീ കഥാപാത്രമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്ലസ് പോയിന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. സോ അതൊരു അനാവശ്യ ചേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതും ഇപ്പോൾ കോളിൻ ഫെറലിൻ്റെ പെൻഗ്വിൻ അത്രയേറെ പോപ്പുലറായിട്ട് ഒരു സീരീസൊക്കെ വരാനിരിക്കുകയാണ് ഇത്തരത്തിലൊരു ജെൻഡർ സ്വാപ്പ് ചെയ്ത് ക്യാരക്ടർ കൊണ്ടുവന്നത്. പല എപ്പിസോഡുകളിലും ബാറ്റ്മാൻ ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടർ ആകുന്ന പോലെ തോന്നി, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കഥയ്ക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന പോലെ. സോ ബാറ്റ്മാന് വേണ്ടത്ര സ്ക്രീൻ ടൈം ഇല്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതൊരു ചെറിയ നെഗറ്റീവ് മാത്രമാണ്. അതുപോലെ തന്നെ 1-2 എപ്പിസോഡുകൾ ഫില്ലർ എപ്പിസോഡ്സ് ആയിട്ടാണ് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു വില്ലന്മാരില്ല എന്നൊരു ഫീൽ. ഓക്കെ, ഞാൻ ഇനി പറയാൻ പോകുന്ന പോയിന്റ്സ് സ്പോയിലേഴ്സ് ആണ്. നിങ്ങൾ സീരീസ് കണ്ടു തീർത്തിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ്സ് ഒന്ന് കേട്ടു നോക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഈ സീരീസിലെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു പോയിന്റ് ആയിരുന്നു ഹാർലി ക്വിന്നിൻ്റെ ഇൻട്രഡക്ഷനും ആ ഒരു ബാക്ക് സ്റ്റോറിയും. ഹാർലിയുടെ ക്യാരക്ടറിനെ കംപ്ലീറ്റ് ആയിട്ടൊരു പൊളിച്ചെഴുത്ത് നടത്തുന്നുണ്ട്. കോമിക്കിലെയോ അല്ലെങ്കിൽ 1990s മുൻപോ ഹാർലി ക്വിൻ എന്ന ക്യാരക്ടർ ഇല്ലായിരുന്നു. ആദ്യമായിട്ട് ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ ഈ ബാറ്റ്മാൻ ആനിമേറ്റഡ് സീരീസിലാണ്. ഹാർലി ക്വിൻ എന്ന ക്യാരക്ടർ ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. ആർക്കം അസൈലം ജയിലിൽ വെച്ച് ജോക്കറിനെ പരിചയപ്പെടുന്നു, ഇഷ്ടത്തിലാകുന്നു, പിന്നെ അവരൊരു ടീമാകുന്നു. സോ ഇവിടെ അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി അല്ല അവർ കൊടുത്തിരിക്കുന്നത്. മറിച്ച് ഓൾറെഡി വില്ലൻ ഷെയ്ഡുള്ള ഒരു സൈക്കാട്രിസ്റ്റായി തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പുള്ളിക്കാരി ആരുടെയും സൈഡ് കിക്ക് അല്ല. ഈ ഒരു ആംഗിളിൽ ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. പോസിറ്റീവ് സൈഡ് ചോദിച്ചാൽ ഒരു പുതിയൊരു ബാക്ക് സ്റ്റോറി കൊടുക്കുന്ന ഒരു ഫ്രഷ് അറ്റംപ്റ്റ് ആണ്.
പക്ഷേ ആ ഒരു നെഗറ്റീവ് പോയിന്റ് വരുന്നത് അതിൻ്റെ എക്സിക്യൂഷനിലാണ്. ആ ഒരു ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു കല്ലുകടിയായിട്ട് ഫീൽ ചെയ്തേക്കാം. സീരീസിലേക്ക് ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് കൊണ്ടുവന്നു എന്നതായിരുന്നു എൻ്റെ വേറൊരു ക്രിറ്റിസിസം. ജെന്റിൽമെൻ ഗോസ്റ്റ് എന്ന് പറഞ്ഞ എപ്പിസോഡിൽ ബാറ്റ്മാൻ ഒരു ഗോസ്റ്റിനെ ഫൈറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ പഴയ ആനിമേറ്റഡ് സീരീസ് എടുത്താലും മറ്റ് ബാറ്റ്മാൻ സിനിമകളൊക്കെ എടുത്താലും അത്തരത്തിലൊരു ഗോസ്റ്റിനെ ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റിനെ ഫൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എപ്പിസോഡോ അല്ലെങ്കിൽ ഒരു സീക്വൻസോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. കോൺസ്റ്റന്റൈനോടൊപ്പമുള്ള സീരീസുകളിൽ ഈ സൂപ്പർ നാച്ചുറൽ എലമെന്റ് കൊണ്ടുവരികയും അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ ഡീൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ബാറ്റ്മാനെ ഇൻഡിവിജ്വലായിട്ട് കാണിക്കുന്ന സീരീസുകളിലോ അല്ലെങ്കിൽ സിനിമകളിലെല്ലാം വളരെയധികം റിയാലിറ്റിയിൽ നിന്നുകൊണ്ടാണ് ആ എപ്പിസോഡുകളും സീക്വൻസുകളും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായിരുന്നു കുറച്ചുകൂടെ നമ്മളെ റിലേറ്റബിൾ ആക്കുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു എപ്പിസോഡിന്റെ, അതായത് ജെന്റിൽമെൻ ഗോസ്റ്റ് എന്ന എപ്പിസോഡിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. ബാറ്റ്മാൻ ദ കേപ്പ് ക്രൂസൈഡർ പുതിയൊരു ഫ്രഷ് ആയിട്ടൊരു അറ്റംപ്റ്റ് ആണ്. ഏർലി 1940s-ലെയും 50s-ലെയും ആ ഒരു ന്യൂ നുവർ സ്റ്റൈൽ കീപ്പ് ചെയ്തുകൊണ്ട്, എന്നാൽ ആ പഴയ സീരീസ് കണ്ട ബാറ്റ്മാൻ ഫാൻസിന്റെ ആ ഒരു നൊസ്റ്റാൾജിയും പുതിയ ഓഡിയൻസിനെ സീരീസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന രണ്ട് എലമെന്റ്സിനെയും കൂടുതൽ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സീരീസാണത്. വളരെ സ്പീഡായിട്ട് കണ്ടു തീർക്കാവുന്ന ഒരു സീരീസാണ്. എൻ്റെ റിവ്യൂ ഇത്ര ഡിലേ വന്നതിൽ. സോ ഇതാണ് എൻ്റെ റിവ്യൂ ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് ബാറ്റ്മാൻ ദ കേപ്പ് ക്രൂസൈഡർ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.